വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഹോണ്ട ഡിയോൻ്റെ പിസ്റ്റൺ വർക്കാണ്. പിസ്റ്റൺ വർക്ക് ഈ കസ്റ്റമർ ഇത് റണ്ണിങ്ങിൽ വണ്ടി ഓഫായി പോയി, പിന്നെ സ്റ്റെക്കായി പോയി എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളെ ഷോപ്പിലേക്ക് കൊണ്ടുവന്നാണ്. നോക്കുമ്പോൾ ഓയിൽ ഇല്ലാണ്ട് പിസ്റ്റൺ സ്റ്റെക്കായി പോയി കിടക്കുകയും അതുകൊണ്ട് നമ്മൾ ഈ ഒരു പിന്നെ ഈ സിലിണ്ടർ സെറ്റ് മാറ്റാണ്ട് നമ്മളെ ബോർ ചെയ്താണ് പിസ്റ്റണ് മാറ്റുന്നത്. അതുകൊണ്ട് സിലിണ്ടർ സെറ്റ് മൊത്തം മാറ്റില്ല. കസ്റ്റമർ പറഞ്ഞ തൽക്കാലം അങ്ങനെ മതി ആണെന്ന് പറഞ്ഞാൽ എങ്ങനെ നല്ല രീതിയിൽ നമ്മൾ ബോറിംഗ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ലൈഫ് കൂട്ടി കിട്ടുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ സെറ്റിംഗ് കാണിക്കുന്നത്. നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മൾ വീഡിയോ ഇത് കണ്ടില്ലേ, നമ്മൾ പഴയ പിസ്റ്റൺ ഓയിലാണ്ട് കൂടി സ്റ്റക്കായി എടുക്കുന്ന പിസ്റ്റണാണ്. നമുക്ക് കാണിച്ചു തന്നെ എടുത്താണ്. കണ്ടില്ലേ, കംപ്ലീറ്റ് ഓയിലാണ്ട് ഓടിയിട്ട് സ്റ്റക്കായി കിടക്കുക. നമുക്ക് പുതിയ പിസ്റ്റൺ ഞാൻ ഫിറ്റ് ചെയ്തെന്ന് ജസ്റ്റ് ഞാൻ പുതിയ എടുത്ത് തരാം. അത് നമ്മൾ ബോർ ചെയ്താണല്ലേ, ഇതാണ് പുതിയ പിസ്റ്റൺ കണ്ടില്ലേ, ഇത് ഇന്നേ ഔട്ട്. അതുകൊണ്ട് നമ്മളൊരു പിസ്റ്റൺ സെറ്റ് ചെയ്യുമ്പോൾ സൈഡിൽ കണ്ടില്ലേ ഒരു പിൻ ഉണ്ടാവുക, ലോക്കായി നിൽക്കാമല്ലോ. സൈഡിലത്തെ പിന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കണ്ടില്ലേ, അതൊരു പിന്നെ ഈ സൈഡിലൊരു പിൻ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ റിങ്സൊക്കെ സെറ്റ് ചെയ്താണ്. റിങ്സ് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ വരുന്നുണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പിസ്റ്റൺ എടുത്തിട്ട് അപ്പോൾ റിങ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു പിൻ ഉണ്ടാവുന്നുണ്ട്. ആ ഇന്നേന്ന് വരുന്ന ഭാഗം മുകളിലോട്ടാണ് വരിക. കണ്ടില്ലേ, അതൊരു കാർബൈഡിൻ്റെ ടോപ്പിലേക്കാണ് ഇനി വരിക. അതുകൊണ്ട് അങ്ങനെ തന്നെ സെറ്റ് ചെയ്യണം. ഈ ആക്റ്റീവ് ഡിയോ ഒക്കെ ഒരു മോഡൽ എന്നാണ് സെറ്റ് ചെയ്യൽ. HT പിന്നെ 110 ഒരേ ടൈമിങ് ഇതൊക്കെയാണ്. പക്ഷേ നമ്മളെ ഹെഡിൻ്റെ സിലിണ്ടറിൻ്റെ പാക്കിങ് വ്യത്യാസമുണ്ട്. ഓയിൽ പമ്പിങ് വരില്ല എന്നപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ പാക്കിങ്ങിൽ ചെറിയ മാറ്റം വരുന്നുണ്ട്. ബാക്കിയൊക്കെ ഏകദേശം സെയിമാണ്. പിന്നെ നമ്മളൊരു പിസ്റ്റൺ അവിടെ വെച്ചിട്ട് പുതിയ നമ്മളിത് ബോർ ചെയ്താണ്. നമ്മൾ സിലിണ്ടർ സെറ്റ് മൊത്തം മാറ്റിയല്ല, നമ്മളിത് പിന്നെ അതിൽ ഇട്ടതിന് ശേഷം നമ്മൾ അപ്പോൾ കാണിച്ചെന്ന ചെറിയ ലോക്ക് അവിടെ ഫിറ്റ് ചെയ്യണം. ലോക്കാണ് ഈ പിന്നെ ചാടി പോകേണ്ടക്കാനുള്ള രണ്ട് സൈഡത്തെ ലോക്ക്. പക്ഷേ ഈ ലോക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഈ എഞ്ചിൻ്റെ ഉള്ളിലോട്ട് പോകാനൊക്കെ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് ഫിറ്റ് ചെയ്യണം, തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ബാക്കിൽ ഒരു വേസ്റ്റ് എന്തെങ്കിലും കവർ ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മളൊരു പിസ്റ്റൺ അവിടെ ഫിറ്റ് ചെയ്ത ശേഷം നമുക്ക് സിലിണ്ടർ കണ്ടില്ലേ, ഈ സിലിണ്ടർ നമ്മൾ ബോർ ചെയ്താണ്, റീബോറിങ് ചെയ്താണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ കസ്റ്റമർ പറയുമ്പോൾ നല്ലല്ലോ പാക്കിങ് HT എഴുതി എന്നാൽ വേണം. 110 വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ആ ശ്രദ്ധിക്കണം, പമ്പിങ് ഉണ്ടാവില്ല. പിന്നെ കസ്റ്റമർ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ബോർ ചെയ്തിട്ടാൽ മതി. പിന്നെ അതിൻ്റെ മുന്നൊക്കെ ഏതോ വണ്ടി ബോർ ചെയ്തിട്ട് കുഴപ്പമൊന്നും വന്നില്ല, അതുകൊണ്ട് അങ്ങനെ മതി എന്നാണ്. സിലിണ്ടർ സെറ്റ് മാറ്റുമ്പോൾ നല്ലൊരു പൈസ വരും, 7 റുപ്യ റേഞ്ചൊക്കെ വരും. ഇതാകുമ്പോൾ ഒരു 5 റുപ്യ 2 റുപ്യേൻ്റെ മാറ്റം വരും. പക്ഷേ പെട്ടെന്നൊന്നും ബോർ ചെയ്ത് ആറ്റിയൊന്നും പ്രശ്നം വരില്ല കേട്ടോ. അതിനെക്കൊണ്ടാണ് ബോർ ചെയ്യുന്നതും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ഫസ്റ്റത്തെ ഈ സിലിണ്ടറിൻ്റെ പാക്കിങ് ഫിറ്റ് ചെയ്യണം. സിലിണ്ടറിൻ്റെ പാക്കിങ് ഇറക്കുമ്പോൾ പൊട്ടിപ്പോകാനൊക്കെ സാധ്യത ഉണ്ടാകും, ശ്രദ്ധിച്ച് ഫിറ്റ് ചെയ്യണം. പിന്നെന്ന് വെച്ചാൽ ഈ സിലിണ്ടറിൻ്റെ രണ്ട് സൈഡിലായിട്ട് 2 സ്ലീവ് വരുക. ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്, വിട്ട് വേണം എടുക്കാൻ. അതുകൊണ്ട് അത് സ്റ്റഡി സ്ലീവ് ഉണ്ടാവും, അത് നമ്മൾ ഫിറ്റ് ചെയ്ത് വെക്കണം 2 എന്ന് വെച്ചാൽ നമ്മൾ പിസ്റ്റൺ ഇറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പിന്നെ കണ്ടില്ലേ, കറക്റ്റ് ആ ഒരു പോയിന്റിൽ എന്ന് ഇറക്കി കൊടുക്കണം. ബാക്കിൽ നിന്ന് സിലിണ്ടർ സെറ്റ് ഒരു ടോപ്പ് 1 ടോപ്പ് 2 ഒക്കെ കറക്റ്റ് അതിൽ ഇറങ്ങിയാലേ നമ്മൾ സിമ്പിളായിട്ട് കണ്ടില്ലേ, അത്രയും കണ്ടില്ലേ അങ്ങോട്ട് കയറി കിട്ടും കേട്ടോ. അതുകൊണ്ട് ആർക്കും ശ്രദ്ധിക്കണം. നമ്മൾ പിസ്റ്റൺ ഇറക്കുമ്പോൾ അതിന് ശേഷം നമ്മൾ ടൈപ്പ് എഞ്ചിൻ ഇതിൻ്റെ ഉൾക്കൂടെ കൊണ്ട് എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. 3 കണ്ടില്ലേ, പിന്നെ പിസ്റ്റൺ റിങ്സ് നല്ലോണം കയറിയാൽ സിമ്പിളായിട്ട് നമുക്ക് അങ്ങോട്ട് സിലിണ്ടർ അടുപ്പിച്ച് കണ്ടില്ലേ ഒരു പോയിന്റിൽ സെറ്റ് ചെയ്ത് കണ്ടില്ലേ. അതിന് ശേഷം നമ്മൾ ടൈം എഞ്ചിനൊന്നും ഇതിൽ മാറ്റുന്നില്ല. ടൈം എഞ്ചിനും കുഴപ്പമില്ല. ഇതിങ്ങനെ റണ്ണിങ്ങിൽ പുതിയ വണ്ടിയാണ്, അത്യാവശ്യം 2015 മോഡലാണ്. അതുകൊണ്ട് റണ്ണിങ്ങിൽ ഓഫായി പോയി എന്ന് പറഞ്ഞാണ്. അതിനെക്കൊണ്ട് ടൈം എഞ്ചിനൊന്നും കുഴപ്പമില്ല. ഓയിൽ നോക്കാണ്ട്. പിന്നെ നമ്മൾ ഹെഡിൻ്റെ ഈ ഒരു വാൽവൊക്കെ പുതിയ ഇട്ടതാണ്. പിന്നെ നമ്മൾ ഈ വാൽവൊക്കെ നോക്കുമ്പോൾ പിന്നെ ഹെഡിന് ഈ ബെയറിങ്ങോ ഈ ക്യാം ഷാഫ്റ്റോ അങ്ങനത്തെ എന്തെങ്കിലും റോക്രാമൊക്കെ കംപ്ലൈൻറ്റോ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ വണ്ടിക്ക് നല്ല സൗണ്ടായിരിക്കും. അതുകൊണ്ട് ഓയിലാണ്ട് ഓടുന്ന വണ്ടിക്കൊക്കെ തീർച്ചയായും ചെക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ ഹെഡ് ജാസ്കറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യാണ്. നമ്മൾ കണ്ടില്ല, അതിനും 2 സ്ലീവ് വരും, സ്റ്റഡി സ്ലീവ് ഈ ഒരു ഹെഡിൻ്റെ മുകളിൽ. അത് നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കണം. പിന്നെ ഹെഡ് നമ്മൾ ക്ലീൻ ചെയ്താണ്. അത്രയും ഓയിലാണ്ട് ഓടിപ്പോയിട്ട് കരി പിടിച്ച് സ്റ്റക്കായി പോയിട്ടാണ് ആ കളർ കിട്ടുന്നത്. ബാക്കി കഴിയുന്നത് നമ്മൾ ക്ലീൻ ചെയ്താണ്. കണ്ടില്ലേ ചേട്ടാ, അങ്ങനെ ഹെഡ് സ്റ്റഡി സ്ലീവ് ആയിട്ട് 2 നമ്മൾ സിലിണ്ടറിലും ഉണ്ടാവും. അതും ശ്രദ്ധിച്ചു കൊടുക്കുക, സ്റ്റഡി ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഹെഡ് അങ്ങോട്ട് ഫിറ്റ് ചെയ്യുക. കണ്ടില്ലേ, അതിനുശേഷം ടൈം എഞ്ചിൻ പുറത്ത് വെക്കാം. ഇതിൻ്റെ കൂടെ എടുത്തിട്ട് ആ ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങൊക്കെ തരാറുണ്ടോ നോക്കണം. അങ്ങനെ ഓയിലാണ്ട് ഓടി സ്റ്റക്കായ വണ്ടിക്ക്. അല്ലെങ്കിൽ നമ്മൾ ഈ പിസ്റ്റണൊക്കെ മാറ്റി പിന്നെ ഇതിൻ്റെ നീഡിൽ ബെയറിംഗ് ഒക്കെ കൊണ്ട് കഴിഞ്ഞാൽ നമ്മളെ പിസ്റ്റണൊക്കെ പിന്നെ വീക്കാൻ സാധ്യത ഉണ്ടാക്കും. അതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ കണ്ടില്ലേ ചെറിയൊരു സൈഡോടെ തട്ടുന്ന ഒരു ഇതാണ് ഉണ്ടാവുക, കണ്ടില്ലേ. അതിന് ശേഷം എന്നിട്ട് നല്ലോണം പ്രസ്സായി നിന്ന് ടൈം ചെയ്യാൻ പുറത്തേക്കാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ഒരു ടൈം മെഷീൻ്റെ ഫ്രണ്ടിലെ 4 കണ്ടില്ലേ, റെഡിൻ്റെ ബാസർ 4 ബാസർ ഉണ്ടാവും. അതിൻ്റെ ബോൾട്ടാണ്, അതിൻ്റെ ചട്ടാണ് അതിൻ്റെ മുകളിൽ ഉണ്ടാവുക. പിന്നെ നമ്മൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ 12ൻ്റെ ഒരു ഞട്ടും അതിൻ്റെ 4 ബാസറും ഇട്ടിട്ട് പിന്നെ 4 ബോൾട്ട് ടൈറ്റ് ആയി കൊടുക്കുക. ടൈറ്റ് ആയി അതിൻ്റെ സൈഡിൽ പിന്നെ 2 വേറെ 10ൻ്റെ ഒരു 2 ബോൾട്ട് കൂടി വരിക കണ്ടില്ലേ, ഫിറ്റിങ്ങിൽ ഇടുമ്പോൾ തന്നെ. റെഡിൻ്റെ ബോൾട്ട് ഈ 6 ബോൾട്ടാണ് വരിക. 4 ഫ്രണ്ടിലും 2 സൈഡിലാണ് വരിക. പിന്നെ 2 സൈഡിൽ നല്ലപോലെ 6 നല്ലപോലെ ടൈറ്റായി കൊടുക്കണം, അല്ലെങ്കിൽ റെഡിന് ലീക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് 12 ട്യൂബ് വെച്ചിട്ട് അതിൽ 4 ബോൾട്ട് ടൈറ്റ് ആയി കൊടുക്കുക. നമ്മൾ പിന്നെ റെഡിൻ്റെ കവറിങ് ബോൾട്ട് അത് ടൈറ്റ് ചെയ്യണം. അടുത്ത തവണ നമുക്ക് പിന്നെ ടൈമിങ് സെറ്റ് ചെയ്ത് വെക്കണം. ടൈമിങ് സെറ്റ് ചെയ്ത് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ. ടൈമിങ് സെറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ബോൾട്ട് നമ്മൾ റിങ് ഉപയോഗിച്ച് ടൈറ്റ് ആക്കിയാൽ മതി കേട്ടോ. നമ്മൾ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, ഇത് ആക്റ്റീവ HT ഒക്കെ ഒരു മോഡൽ എന്നാണ് ഇത് വരുന്നത്. പിന്നെ ആക്റ്റീവ പിന്നെ ഡിയൊക്കെ ഒരു മോഡൽ എഞ്ചിൻ എന്നാണ്. പിന്നെ ടൈമിങ് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫ്ലൈവീൽമേൽ ടോപ്പിൽ നിന്ന് എഴുതിയിട്ടൊരു വര ഉണ്ടാവും, ലെവലിലൊരു വര ഉണ്ടാവും. വര നമ്മളെ ഈ ഒരു എഞ്ചിൻ്റെ അവിടെ ഒരു മാർക്ക് ഉണ്ടല്ലേ, ആ ഒരു മാർക്കും ലെവലാക്കി വെക്കണം. അതിന് ശേഷമാണ് നമുക്ക് പിന്നെ ടൈമിങ് വീലിൻ്റെ അടുത്ത് കണ്ടില്ലേ, ഈ ഒരു വീല് വന്ന് മുകളിലോട്ടും 2 താഴോട്ടും ആക്കി വെക്കണം കേട്ടോ. കണ്ടില്ല, ഇങ്ങനെയാണ് വെക്കാൻ. ലെവൽ നേരെ 1 2 നില 1 മുകളിലും 1 താഴെയാക്കി ലെവലിൽ വെക്കണം. ആ ലെവലിൽ വെച്ചാൽ മാത്രം വണ്ടി സ്റ്റാർട്ടാവും. കണ്ടോ, ഇവിടെ കറക്റ്റ് അയക്കണം. വീലിൻ്റെ മാർക്ക് അതിൻ്റെ പുറത്തും കറക്റ്റ് അയക്കണം. നമ്മളെ ഒരു വീലില്ലേ, ആ വീലിൻ്റെ 1 2 ആട നേരെ ലെവലിൽ തന്നെ അയക്കണം. എന്നാലും വണ്ടി സ്റ്റാർട്ടാവും. അല്ലെങ്കിൽ വലിയ ഉണ്ടാവില്ല. ഒരൊറ്റ പോയിന്റ് അങ്ങോട്ട് തെറ്റിപ്പോയാൽ വണ്ടിക്ക് കംപ്രഷനും ഒക്കെ ഔട്ടായി പോവേ. പിന്നെ വലിയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇഷ്ടപ്പടി എടുത്തതിൻ്റെ ഒരു പവറൊന്നും വണ്ടി കാണിക്കില്ല. അതിപ്പോൾ ഏത് വണ്ടി ആയാലും ഈ ഒരു ടൈമിങ് കറക്റ്റ് അല്ലെങ്കിൽ വണ്ടീൻ്റെ പെർഫോമൻസ് മറ്റേ കമ്മി ആയിരിക്കും. അതൊക്കെ ശ്രദ്ധിച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മളൊരു പോയിന്റ് റെഡിയാക്കി വെച്ചതിന് ശേഷം കണ്ടില്ല, 1 മുകളിൽ താഴെ ലെവലാക്കിയിട്ട് ഒരു മാർക്ക് ഉണ്ട്. ആ മാർക്കിൽ ലെവലാക്കിയിട്ട് നമ്മൾ ആ ഒരു ആ ഒരു ടൈമിങ് വീലിൻ്റെ ബോൾട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ല, ചെറിയൊരു മാറ്റേണ്ട വർക്കെല്ലാം കൂടെ നമ്മൾ കറക്റ്റാക്കി വെക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ആ ഫിറ്റ് ചെയ്ത് കൊടുത്ത് 2 8ൻ്റെ ബോൾട്ട് വരും കേട്ടോ. അവിടെ ഫിറ്റ് ചെയ്യാൻ നമ്മൾ ഈ ഒരു മാർക്ക് ഒന്നിനും കാണിച്ചിട്ടാണ്. ഇതിങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, അതിനെ കൊണ്ടാണ്. നല്ലോണം നേരെ കാണുമ്പോൾ റെഡിയാവും. അതിന് ശേഷം കണ്ടില്ലേ, അവർ 2 8ൻ്റെ ബോൾട്ട് ഉണ്ടാവും, 8 ടൈറ്റ് ആയി കൊടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ റീബോറിങ് തന്നെ സ്റ്റാൻഡേർഡ് വരെ റീബോറിങ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് 50-ലൊന്നും ബോറിങ് ചെയ്യാത്തതാണ് നല്ലത്. ഫസ്റ്റ് ഒരു വട്ടമാകുമ്പോൾ 25-ൽ 0.25-ൽ മാത്രം ഫസ്റ്റ് ഒരു പുതിയ സിലിണ്ടർ ആണെങ്കിൽ അതിൽ 1 വട്ടം മാത്രം റീബോറിങ് ചെയ്യുക. അല്ലാണ്ട് രണ്ടാമത്തെ 50-ൽ കുറച്ച് മൈലേജ് കുറയാൻ സാധ്യതയുണ്ട്. ഇത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്നാണ്, അതിനെക്കൊണ്ടാണ്. ഇതിൻ്റെ ടാപ്പറ്റൊക്കെ ലൂസാണോ നോക്കണം, ടൈറ്റായി പോയത് അത് ശ്രദ്ധിച്ചെടുക്കുക. പിന്നെ നമ്മൾ ടൈം എഞ്ചിൻ ടൈറ്റ് ആക്കാനല്ലേ ഒരു ടെൻഷനറാണ് ഇവിടെ വരാണ്ട്. ടൈം എഞ്ചിൻ ടെൻഷനർ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ടൈം എഞ്ചിൻ ടൈറ്റ് ആയി കൊടുക്കുന്നത്. അത് ഫിറ്റ് ചെയ്യാണ്. ഫിറ്റ് ചെയ്തിട്ട് ഉണ്ടല്ലോ, അത് ഫിറ്റ് ചെയ്യുമ്പോൾ ടൈം എഞ്ചിൻ ടൈറ്റ് ആവും. നമ്മൾ ചെറിയ ലൂസൊക്കെ വരികയാണ് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ടെൻഷനറാണ്. പിന്നെ ടാപ്പറ്റൊക്കെ ടൈറ്റ് ഉണ്ടോ നോക്കുക. ടാപ്പറ്റൊക്കെ ലൂസിലൊക്കെ ഞാൻ വീഡിയോ ഇട്ടാണ്, അതൊന്ന് കണ്ടുപോകുക. ടൈറ്റ് ആയി പോയത് അങ്ങനെ ആകുമ്പോഴും വണ്ടിക്ക് വലിയും പുള്ളിയൊന്നും ഉണ്ടാവില്ല. അതിന് ശേഷം നമ്മളെ സേഫ്റ്റീൻ്റെ പുറത്തിലെ ആ കവറൊക്കെ ഫിറ്റ് ചെയ്യണം. ഇത് ഇല്ലെങ്കിൽ വെച്ചാൽ നമ്മളെ ഈ വണ്ടി ഓടിക്കുമ്പോൾ എന്തെങ്കിലും ടയറിൽ കൂടെ കല്ലൊക്കെ കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വീടാൻ നമ്മളെ ഫ്ലൈ വീൽ കവറിൻ്റെ ഉള്ളിൽ വീണിട്ട് മാഗ്നറ്റിൻ്റെ കോയിലൊക്കെ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ കറക്റ്റായി ഉണ്ടോ നോക്കണം. ചിലവിലൊന്നും ഇതിങ്ങനെ ഇടാറില്ല സേഫ്റ്റി കവർ. ഇത് പിന്നെ ഈ എഞ്ചിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് കല്ലൊക്കെ നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഇറങ്ങിയാലേ വിചാരിച്ചിട്ടാണ്. അതിന് ശേഷം നമ്മൾ ഈ ചേസുമ്പിലേക്ക് എഞ്ചിന് നമ്മൾ ഫിറ്റ് ചെയ്യാണ്. കൊണ്ട് എഞ്ചിന് വെച്ച് നമ്മളെ ഒരു ബോഡി ഒന്നായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് ആക്സിലിടുകയാണ്. ലെവലിൽ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ 2 ബുഷ് ഉണ്ടാവും. ആ ബുഷിൽ ലെവലാക്കിയിട്ട് നമ്മൾ അടിയിൽ നിന്ന് കാണിച്ചിട്ടാണല്ലേ അതിൻ്റെ കൂടെ തട്ടിയിട്ട് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, നമ്മളതൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് സ്റ്റാർട്ടാക്കി വെക്കണം. സ്റ്റാർട്ടാക്കി പമ്പിങ് വരുന്നുണ്ടോ നോക്കുകയാണ് നമ്മൾ ചെക്ക് ചെയ്തിട്ട്. ഒരു ഹോൾസിൽ കൂടെ പമ്പിങ് വരുന്നുണ്ടോ നോക്കണം, അല്ലെങ്കിൽ വണ്ടി ഇങ്ങനെയാണ് പമ്പിങ് റെഡിയാണ്. ഈ ഒരു സംഭവം എന്തായാലും നോക്കട്ടെ. നമ്മൾ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്താൽ ഈ പമ്പിങ് കറക്റ്റ് അല്ലെങ്കിൽ പിന്നെയും പിസ്റ്റൺ പണി വരാൻ സാധ്യതയുണ്ടോ. ഓക്കെ, കണ്ടില്ലേ, നല്ല കറക്റ്റായിട്ട് പമ്പിങ് വരുന്നുണ്ടോ.
നോക്കണം, സൗണ്ട് വ്യത്യാസം എന്തൊക്കെ നോക്കണം. ഇപ്പോൾ കറക്റ്റ് പമ്പിങ് ആണ്. ഈ പാക്കിങ് മാറിപ്പോയാലൊക്കെ പമ്പിങ് വരുമല്ലോ കേട്ടോ. അത് ശ്രദ്ധിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം.